നമസ്കാരം. മഞ്ജു വാര്യരുമായി വിവാഹമോചനം നേടിയ ശേഷമാണ് ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തത്. എന്നാൽ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകാറുണ്ട്. കാവ്യ പങ്കുവയ്ക്കുന്ന വീഡിയോസിന് താഴെ കാവ്യ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകൾ വരാറുമുണ്ട്. ഇപ്പോൾ കാവ്യ പങ്കുവച്ച ഒരു പഴയ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളാണ് ചർച്ചയാകുന്നത്. കാവ്യ നിലവിളക്ക് കൊളുത്തുന്നതാണ് വീഡിയോയിൽ. ഇതിന് താഴെ കാവ്യ അധിക്ഷേപിക്കും അതുപോലെ പിന്തുണച്ചും കമന്റുകൾ വരുന്നുണ്ട്. മഞ്ജുവിന്റെ ശാപം കാവ്യക്ക് കിട്ടിക്കാണുമെന്നാണ് പലരും പറയുന്നത്. നീ നിലവിളക്ക് തിരി ഇട്ട് കത്തിച്ചു വെച്ചാൽ നിലവിളക്ക് ഒരു ശാപം കിട്ടിയ വിളക്കായി മാറും. എന്തൊക്കെ പറഞ്ഞാലും കാണിച്ചാലും നീ മഞ്ജുവിനെ ചതിച്ച് ഞങ്ങൾ പൊറുക്കില്ല കാവ്യേ. നീയും അവരും ഞങ്ങളുടെ ആരുമല്ല എങ്കിലും നീ ചതിക്കുമായിരുന്നു എന്ന് അവർ അറിയാതെ നിന്നെ സ്നേഹിച്ചതാണ്. നീ അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കയ്യിൽ കൊടുത്തു. മഞ്ജുവിന്റെ ശാപം വാങ്ങിയ 2 ജന്മങ്ങൾ, ദിലീപും പിന്നെ കാവ്യയും. പതുക്കെ പുറത്തു ചാടി തുടങ്ങി. ദിലീപിനെ സ്വന്തമാക്കി എന്നിങ്ങനെ പോകുന്നു വിമർശനം. അതേസമയം പിന്തുണച്ചും കമന്റ് ഉണ്ട്. ഇവിടെ നെഗറ്റീവ് കമന്റ് ഇട്ടവരോട് ഒരു ചോദ്യം. ദിലീപും മഞ്ജുവും വേർപെട്ടു. കാവ്യയുമായി ദിലീപ് വിവാഹം ചെയ്തു. അതിൽ അവർക്കൊരു മോളുമുണ്ട്. ഇവരുടെ 3 ആളുടെയും പ്രശ്നങ്ങൾക്കിടയിൽ പഞ്ചായത്ത് പറയാനൊന്നും ആരുടെയും വിളിച്ചതായി എനിക്കറിവില്ല. പിന്നെ എന്നാത്തിന്റെ ചോർച്ചില്ല നിങ്ങൾക്കൊക്കെ? ധൈര്യമായി മുന്നോട്ട് പോകൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകം നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. സ്വന്തം മോളെ പോലും നോക്കാതെ, അതും ഒരു പെൺകുട്ടി സ്വന്തം സുഖം നോക്കി ഒരു കെട്ടും പാടുമില്ലാതെ ജീവിക്കുന്ന മഞ്ജുവിന് മനസ്സിലാകുന്നില്ല. ഭർത്താവിനെ വേണ്ടെന്ന് വെക്കാൻ, മക്കളെ വേണ്ടെന്ന് വെക്കാൻ മനസാക്ഷിയുള്ള ഒരമ്മയ്ക്ക് സാധിക്കുമോ? മക്കളെ കാണാതെ ഉറങ്ങാൻ കഴിയുമോ? കഷ്ടം. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മക്കളെ കാണാതെ എന്തൊരു വിചിത്ര മനസ്സാണ്. മക്കളെ ഉപേക്ഷിക്കുന്ന എല്ലാ അമ്മമാരെയും എന്താ പറയുക? ഒന്നും പറയാനില്ല. മഞ്ജുവിനില്ലാത്ത വേദനയാണ് ഇവിടെ കുറെ കമന്റ് ഇടുന്നവർക്ക്. ഇങ്ങനെ പോവുകയാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർത്തുന്നത്. ദിലീപ് ആഗ്രഹിച്ചത് അയാളെ അനുസരിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയാണ്. അതാണ് കാവ്യ. ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നത് അയാൾ ചെയ്തോളൂ. അതുകൊണ്ടാണ് അവരുടെ ലൈഫ് നന്നായി പോകുന്നത്. നാണമില്ലേ ഇവറ്റകൾക്കൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് പിറകെ നടക്കാൻ? ഇനിയും മഞ്ജുവിനെ സിനിമയിൽ തോൽപ്പിക്കാനായിരിക്കും ഉദ്ദേശം. ഇതിന്റെ ഒക്കെ ഇടയിലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരും ഉണ്ട് കേട്ടോ.